Ladies and gentlemen, today നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇഫ് യു വാണ്ട് ടു മാസ്റ്റർ സംതിങ് ടീച്ച് ഇറ്റ്. ആക്ച്വലി ഞാൻ ഈ ടോപ്പിക്ക് ടീച്ചേഴ്സ് ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ പബ്ലിക് സ്പീക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഹാവൻ ഗോട്ട് എ ചാൻസ്. സോ ഐ തിങ്ക് ഐ ക്യാൻ സേ ഹിയർ. First of all, today we are looking at how we are going to learn something through teaching. Why it's important. And first we can quote. If you want to learn something, read about it. If you want to understand something, write about it. If you want to master something, teach it. It's simple ആയിട്ടുള്ള കാര്യമാണ്. ഒരു സാധനം പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ നമുക്കത് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാണെങ്കിൽ വേറൊരുത്തർക്ക് പറഞ്ഞു കൊടുക്കാം. ഞാനൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അങ്ങനെ ജാവ സ്ക്രിപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത് എനിക്ക് അറിയോ അല്ലേ, ഡൗട്ടല്ല, എനിക്ക് കാര്യമായിട്ടുള്ള എന്താ സംഭവിക്കുന്ന അറിയില്ലായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ എൻ്റെ അടുത്ത് ആര് ചോദിക്കാൻ വന്നാലും ഞാൻ പെട്ടെന്ന് വേറെ ആൾക്ക് റീഡയറക്ട് ചെയ്തിടും. നീ ഓനോട് ചോദിക്കും, ഓനക്ക് എന്നാ കളർ അറിയാം ചോദിച്ചാൽ ഐ വാസ് ടു ഡൗട്ട് ദാറ്റ് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയാലോ, ആ സാധനമായിരുന്നു. ആൻഡ് വൺ ഡേ വൺ ഓഫ് മൈ ഫ്രണ്ട് ആസ്ക് ദാറ്റ്. സോ വൺ ഓഫ് മൈ ക്ലോസ് ഫ്രണ്ട്. ഇപ്പോൾ എനിക്ക് ഇതിനെ തട്ടിക്കളയാൻ തോന്നുന്നില്ല, എന്നാൽ പിന്നെ പറഞ്ഞു കൊടുക്കല്ലേ എന്നുള്ളത്. ഇപ്പോൾ ഇപ്പൊരു പറഞ്ഞത് എൻ്റെ അടി എടാ എനിക്ക് ഒന്നും അറിയില്ല, അപ്പോൾ പക്ക ഒരു പൊട്ടത്തിനോട് പറയുന്നത് എനിക്ക് പറഞ്ഞാൽ മതി. ഇറ്റ്സ് വാസ് എ ടേണിംഗ് പോയിന്റ്. ആൻഡ് ഞാനത് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ. എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ കാര്യം സാധനം മനസ്സിലായി. ആൻഡ് ഐ തിങ്ക് ദാറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ്. ആൻഡ് നോട്ട് ഐ അണ്ടർ, എനിക്ക് മുമ്പേ കാര്യം അറിയുന്നു ഒരാൾക്ക് വേറെ പറഞ്ഞു കൊടുക്കുമ്പോൾ. പക്ഷെ കോഡിങ്ങിലെഴുതുമ്പോൾ ഐ പുൾ ബാക്ക് എന്നുവെച്ചാൽ പറയണ്ടല്ലോ. പക്ഷെ ആ സംഭവം ഞാൻ എന്ത് ചെയ്ത് അവർക്ക് രണ്ടുപേർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ നോക്കി. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് ഒന്നുകൂടെ സാധനം കത്താൻ തുടങ്ങി. ഇപ്പോൾ ജെന്യുവൻലി ഓർക്ക് ഹെൽപ്ഫുൾ ആയതിനേക്കാൾ കൂടുതൽ ഹെൽപ്ഫുൾ ആയേണ്ടവൻ എൻ്റെ കാര്യത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ നമ്മളെ ജെയിംസ് ക്ലിയർ ഒരു തോട്ടുണ്ട്, ദ വൺ ഹു ലേൺസ് മോസ്റ്റ് ഇൻ എ ക്ലാസ് റൂം ഈസ് ദ ടീച്ചർ ഇറ്റ് സെൽഫ്. അപ്പോൾ ആ സാധനം അതാണ്. പിന്നെ ഒരു കാര്യം വെച്ചാൽ ആഷിക്ക്, ഞങ്ങളുടെ ബാച്ചിൽ ആഷിക്ക് നല്ല കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അവനെ ചാച്ചി പി ടി എന്ന് വിളിക്കാം. കാരണം മുപ്പരടുത്ത് ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും ആഷിക്ക് ഞാൻ ഉത്തരം ഉണ്ടാവും. ആൻഡ് കാരണം വെച്ചാൽ ഓ എൻ്റെ തൊട്ടിപ്പുറയിരിക്കാം, എൻ്റെ സീറ്റ് ഞാൻ ഒന്ന് എണീച്ച് പോയാൽ സീറ്റിൻ്റെ തൊട്ടടുത്ത് അവിടെ എപ്പെങ്കിലും എഴുതുന്നില്ല അങ്ങനെ ഉണ്ടാവും. കാരണം വെച്ചാൽ ഓൻ്റെ അടുത്ത് ചോദിക്കാൻ ആൾ വരും, ഓൻ അങ്ങനെ ചോദിക്കുകയും ചെയ്യും. മുപ്പത് ഇങ്ങനെ ഗസ്റ്റേഴ്സൊക്കെ വെച്ചിട്ട് പറഞ്ഞെടുക്കുന്ന രീതിയുണ്ട്. എന്ന് വെച്ചാൽ ഓനോട് ചോദിച്ചാൽ ഓൻ അതിന് ഉത്തരം കൊടുക്കും. അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ ബാച്ചിൽ ഓന് മുന്നോട്ടും ഓനക്ക് എല്ലാത്തിനും പറയാൻ പറ്റുന്ന വെച്ചാൽ ഓൻ എല്ലാവർക്കും ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം അത് ഓനക്ക് തന്നെ ഉറക്കുണ്ട്. എന്ന് വെച്ചാൽ ഉറക്കുന്ന് വെച്ചാൽ കോൺക്രീറ്റ് ആയി ഉറക്കാന്ന്. ദാറ്റ്സ് ആൻഡ് ഹൗ വി ക്യാൻ ഇംപ്ലിമെന്റ് ദിസ് എന്ന് വെച്ചാൽ നമ്മൾ ടീച്ചിങ്ങിന് വേണ്ടി എങ്ങനെ ചെയ്യാം. ഞാൻ ടീച്ചിങ്ങിന്റെ ഒരു മെയിൻ പോയിന്റ് ഈ ഇംപ്ലിമെന്റേഷൻ കണ്ടത് ഡയറി ഓഫ് CEO എന്ന് വെച്ചാൽ ആ രീതിയിൽ I'm bad at remembering author's name or name. Let me check that. Stephen Bartlett. The Diary of CEO by Stephen Bartlett. പക്ഷെ മൂപ്പരെ എന്തുണ്ട്, ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്, when you want to master something obligate to teach it something. I don't remember the correct exact chapter name. But അതിലൊരു ടെക്നിക്ക് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൽ റിച്ചാർഡ് ഫേമന്റെ ഒരു കോട്ടുന്നത്, I couldn't reduce to the freshman level the means we really don't understand. പക്ഷെ നമുക്കൊരു ചെറിയ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഒരു കുട്ടിക്ക് നമ്മൾ പഠിച്ച ടോപ്പിക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഇറ്റ് മീൻസ് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അത് പറഞ്ഞപ്പോൾ ഓർമ്മ ഞങ്ങൾ ഇവിടെ ഇർഷാദ് എന്ന് പറഞ്ഞ ചങ്ങയുണ്ട്. ടോപ്പ് ചങ്ങായ മൂപ്പര് എന്ന് വെച്ചാൽ വീക്ക് ബാക്ക് ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ മൂപ്പര് ചങ്ങായി എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ എന്താ ചെയ്യാൻ വെച്ചാൽ പുതിയ ടോപ്പിക് കിട്ടിയാൽ ഓനത് അവൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും പഠിപ്പിച്ചു കൊടുക്കും. എന്താ ഇപ്പം പറയും ഉപ്പാക്കും ഉമ്മാക്കും കോഡിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഓർക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഇപ്പം കുറച്ച് പാടുപെടും. അപ്പോൾ ഓർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെയാണ് ഇവൻ പഠിക്കുന്നത്. സോ why can't we teach to others? So at least we are getting something, they are getting something. അതാണ് ഷബീർ അലി സാറ് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ NGRX കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത്. ബട്ട് സ്റ്റിൽ ഐ ഹാവ് അപ്ലോഡ്. മേ ബി there will be mistakes, but people make mistakes, just accept it. And we can go to the step.
എന്നുവെച്ചാൽ ഒരു 4 സ്റ്റെപ്പാണ്. ഫസ്റ്റ് ലേൺ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഏത് ടോപ്പിക്കാണ് അതിനെക്കുറിച്ച് റിസർച്ച് തറോലി, അണ്ടർസ്റ്റാൻഡ് ടൈം. ആൻഡ് ദ വൺ മെത്തേഡ് ഐ ലേൺ ഈസ് ആസ്ക് ഹൂ. ഫ്രം ഹൂ ക്യാൻ വി ലേൺ ദിസ്. എന്നുവെച്ചാൽ ആരിൽ നിന്നാണ് നമുക്കിത് പഠിക്കാൻ പറ്റുക. ഇംഗ്ലീഷ് നോക്കല്ലേ നിങ്ങളെൻ്റെ. പിന്നെയാണ് ഹൗ. പിന്നെ രണ്ടാമത്തത് ടീച്ച് ഇറ്റ് ടു എ ചൈൽഡ്. ഇത് റിച്ചാർഡ് ഫെയ്മന്റെ ഒരു മെത്തേഡാണ് ഇങ്ങനെ ചെയ്യുന്നത്. ടീച്ച് ഇറ്റ് ടു എ ചൈൽഡ്. Secondly, you should write the idea down as if you were teaching to a child. Use simple words, few words, simple concepts. എന്നുവെച്ചാൽ ഏത് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് സിമ്പിൾ ആയിട്ട് സിമ്പിൾ വേർഡ്സിൽ ഫ്യൂ വേർഡ്സിൽ എഴുതുക. വെച്ചാൽ അത് സിഗ്നേച്ചർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഈ ഒരു ബുക്ക് എന്താ വായിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സമ്മറൈസ് ചെയ്യാം, എന്നിട്ട് അത് എഴുതാം. അത് എഴുതിയതിനു ശേഷം വീണ്ടും ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇനിയും സിമ്പിൾ വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം, ഇനിയും ഫ്യൂ വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ, ഷെയർ ഇറ്റ്. Convey your idea to others. Post it online, post in your blog, or share it on stage or even a dinner table. Choose any medium what you get clear feedback. ഇവിടെയാണ് ഇതിലിപ്പോ ആഷിക്ക് പറഞ്ഞു, ആഷിക്ക് അടുത്തുള്ള വേറൊരു ഷെയർ ചെയ്യാണ്. ഞാൻ തന്നെ എൻ്റെ 2 ഫ്രണ്ട്സിനെ അവർക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ്. അപ്പോൾ സിമ്പിൾ അവർക്ക് മനസ്സിലാവുന്ന എക്സാമ്പിൾസും അതൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇർഷാദ് പറഞ്ഞപ്പോൾ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും പഠിപ്പിച്ചു കൊടുക്കാണ്. ഇതിലിപ്പോ ഞാൻ ചെയ്യുന്നത്, ഞാൻ യൂട്യൂബിൽ ഒരു ടെക് സെമിനാർ ടെക് വീഡിയോ ഇടുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇതിലൊക്കെ മെയിൻ പോയിന്റ് വെച്ചാൽ ക്ലിയർ ഫീഡ്ബാക്ക്. എന്നുവെച്ചാൽ അവർക്ക് മനസ്സിലായോ, എന്താണ് അവർക്ക് മനസ്സിലായോ, എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, എവിടെയാണ് അവർക്ക് മനസ്സിലാകാത്തത് എന്നുള്ള ക്ലിയർ ഫീഡ്ബാക്ക് കിട്ടണം. Then 4th step, review the feedback. Did people understand the concept from the explanation? നമ്മൾ പറഞ്ഞത് അവർക്ക് മനസ്സിലാകും, അത് റിവ്യൂ ചെയ്യുക. മനസ്സിലായില്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഹൗ ക്യാൻ make that better. That's all. 4th step. First learn, teach it to a child, share it, review. അത്രേ ഉള്ളൂ. Until next time, take care. Peace out.